Hello students. So in the last class we have seen triangular notch or wear. We have also studied rectangular notch or wear. Notch and wear, both of them are of similar shape but different size, and materials used for the construction is different, but both of them are used for measuring discharge in an open channel. Okay. സോ ഇവിടെ കുറച്ച് അഡ്വാൻറ്റേജസ് ഓഫ് ട്രയാങ്കുലർ നോച്ച് ഓവർ റെക്റ്റാങ്കുലർ നോച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, എക്സ്പ്രഷൻ ഫോർ ഡിസ്ചാർജ് ഫോർ എ റൈറ്റ് ആംഗിൾ വി നോച്ച് സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഇക്വേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ദെൻ വെൻറ്റിലേഷൻ ഓഫ് എ ട്രയാങ്കുലർ നോച്ച് ഈസ് നോട്ട് നെസസറി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് ഓവർ എ ട്രപ്പിസോയിഡൽ നോച്ച് ഓർ വെയർ ആണ്. സോ നിങ്ങൾ റെക്റ്റാങ്കുലർ നോച്ചിൻ്റെ കേസിലും അതുപോലെ ട്രയാങ്കുലർ നോച്ചിൻ്റെ കേസിലും ഇക്വേഷൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 2/3 CD √2G h⁻³ നമ്മൾ റെക്റ്റാങ്കുലറിൻ്റെ കേസിൽ, പിന്നെ 8/15 tan θ/2 √2G h⁻5/2 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇക്വേഷൻ ട്രയാങ്കുലർ നോച്ചിൻ്റെ കേസിലും പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ആ രണ്ട് ഇക്വേഷൻസും നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഈസി ആയിട്ട് എന്തെഴുതാം, ട്രപ്പിസോയിഡൽ നോച്ചിൻ്റെ ഇക്വേഷൻ എഴുതാം. സിംപ്ലി ട്രപ്പിസോയിഡൽ നോച്ചിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സം ഓഫ് ട്രയാങ്കുലർ നോച്ച് പ്ലസ് റെക്റ്റാങ്കുലർ നോച്ച് പ്ലസ് ട്രയാങ്കുലർ നോച്ച്, രണ്ടും സെയിം ആണ്. ഓക്കെ, അതിൻ്റെ രണ്ടിൻ്റെയും സമ്മായിട്ട് നമുക്ക് ട്രപ്പിസോയിഡൽ നോച്ച് അല്ലെങ്കിൽ വേറെ ഇക്വേഷൻ എഴുതാം. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ ഏകദേശം അത് ക്ലിയർ ആവും അല്ലേ. അപ്പോൾ ഒരു നോച്ചിൻ്റെ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ വേറെ ക്രോസ് സെക്ഷനാണ് ഈ ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനൊരു ഫിഗർ. ഇവിടെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ട്രപ്പിസോയിഡൽ ഷേപ്പിലാണല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഒരു റെക്റ്റാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് ABCD എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കുലർ പോർഷനായി എടുത്താൽ അതിൻ്റെ ഡെപ്ത് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ H ആണെങ്കിൽ നമുക്കൊരു റെക്റ്റാങ്കുലർ നോച്ചിൻ്റെ അതിലൂടെയുള്ള ഡിസ്ചാർജ്, അതായത് ഈ ഒരു പോർഷനിലൂടെയുള്ള ഡിസ്ചാർജ് ABCD എന്ന് പറയുന്ന ആ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള പോർഷനിലൂടെയുള്ള ഡിസ്ചാർജ് എന്ന് പറയുന്നത് നമുക്ക് റെക്റ്റാങ്കുലർ നോച്ചിൻ്റെ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. 2/3 CD √2G h⁻³ അത് യൂസ് ചെയ്ത് കാണാമല്ലോ. പിന്നെ അവിടെ ബാക്കി വരുന്ന പോർഷൻ ഏതാ, ഒന്ന് ഈ രണ്ട് ട്രയാങ്കിളാണ്, രണ്ട് സൈഡിലുമുള്ള, അതായത് AFDയും അതുപോലെ BECയും അല്ലെങ്കിൽ BCE എന്ന് പറയുന്ന ട്രയാങ്കിളും അല്ലെങ്കിൽ ADF എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിൾസ് അല്ലേ. ഇവിടെ ADF എന്ന് പറയുന്നൊരു ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ BCE എന്ന് പറയുന്ന ട്രയാങ്കിളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ആംഗിൾ സെയിം ആയിരിക്കും, കാരണം ട്രപ്പിസോയിഡ് ആണ്. അപ്പോൾ ഈ രണ്ടിൻ്റെ ആംഗിൾ θ/2 ആണെങ്കിൽ ഈ ആംഗിൾ θ/2 ആണ്, ഈ ആംഗിൾ θ/2 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് θ/2 θ/2, അത് രണ്ടും കൂടി തീറ്റ ആംഗിളിലുള്ള ഒരു ട്രയാങ്കുലർ നോച്ചിൻ്റെ പോർഷൻ പോലെ എടുക്കുക, അല്ലെങ്കിൽ ഒരു വി നോച്ചിൻ്റെ ഷേപ്പിൽ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഒരു വി നോച്ചിനകത്ത് തീറ്റ ആംഗിൾ ഉണ്ടാവും അല്ലേ. നമ്മൾ വി നോച്ച് അല്ലെങ്കിൽ ട്രയാങ്കുലർ നോച്ച് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതിനെ രണ്ട് പകുതിയാക്കിയതുപോലെ രണ്ട് സൈഡിലായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻസിലൂടെയുള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ ഈ രണ്ട് സൈഡിലുള്ള ട്രയാങ്കുലർ പോർഷൻ്റെ ഡിസ്ചാർജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് ട്രയാങ്കുലറിൻ്റെ ഒന്ന് θ/2 ഒന്ന് θ/2 ആണെങ്കിൽ അപ്പം എന്താണ് വി നോച്ചിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, സെൻറ്ററിൽ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ്, രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായിട്ട് മാറ്റാൻ പറ്റും അല്ലേ. സോ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു റെക്റ്റാങ്കുലർ നോച്ചിൻ്റെ പോർഷനും വരുന്നുണ്ട്, ഒരു ട്രയാങ്കുലർ നോച്ചിൻ്റെ പോർഷൻ പകുതിയായിട്ട് രണ്ട് സൈഡിലും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മൊത്തത്തിലൊരു ട്രയാങ്കിൾ ആക്കി മാറ്റി ഒരു ട്രയാങ്കുലർ നോച്ചിൻ്റെ ഇക്വേഷൻ ആക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെ സം ഓഫ് റെക്റ്റാങ്കുലർ നോച്ചും ട്രയാങ്കുലർ നോച്ചും എന്നുള്ള രീതിയിൽ ട്രപ്പിസോയിഡൽ നോച്ചിൻ്റെ ഇക്വേഷനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ റെക്റ്റാങ്കുലർ നോച്ചിൻ്റെയും ട്രയാങ്കുലർ നോച്ചിൻ്റെയും ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറിൻ്റെ നോച്ച് വേറെന്നുള്ളത് മാറി പറയുന്നുണ്ട്, കാരണം രണ്ടും സെയിം ആണ്. ഓക്കെ, സൈസിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഡിസ്ചാർജ് കാണേണ്ട ഇക്വേഷൻസ് സെയിം ആണ്. ഓക്കെ, സോ ആ രണ്ട് കേസും പഠിച്ചാൽ നിങ്ങൾക്ക് ട്രപ്പിസോയിഡൽ നോച്ച് ഈസിയാണ്, കാരണം അത് സം ചെയ്താൽ മതി. ഓക്കെ, സോ ഇനി വരുന്ന ഒരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം വളരെ സിമ്പിളാണ്, ഇതിനകത്തൊന്നും പറയാനില്ല, കാരണം ജസ്റ്റ് ഫിഗർ വരക്കുന്നു, ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂസ് ഉണ്ട്, tan θ/2 എടുക്കുന്നു, tan θ/2 ഒക്കെ കിട്ടും. അപ്പോൾ ഇതിനകത്ത് 0.2 എന്നാണ് ഹെഡ്, ക്യാപിറ്റൽ H 0.2 ആണ് തന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഇവർ BC
ഇവിടെ ബി സി എന്ന് പറയുന്നത് ക്യാപിറ്റൽ എച്ച് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ടാൻ തീറ്റ ബൈ ടുവിൽ ബി സി എടുക്കുമ്പോൾ ഒരു എച്ച് എന്നുള്ളത് 0.3 എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആക്ച്വലി ക്വസ്റ്റ്യനിൽ 0.2 ആണുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ടാൻ തീറ്റ ബൈ ടു ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ പറഞ്ഞ ഇക്വേഷനാണ്. സം ഓഫ് ബോത്ത് രണ്ട് ഷേപ്പിലുള്ള, അതായത് റെക്റ്റാങ്കുലർ അതുപോലെ ട്രയാങ്കുലർ, ആ രണ്ട് കേസിന് സമ്മാണ്. അപ്പോൾ അതിനകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടാൻ തീറ്റ ബൈ ടു ഓൾറെഡി കണ്ടുപിടിക്കണം. ഇവിടെ വാല്യൂസ് ശ്രദ്ധിക്കണം. ടെക്സ്റ്റിലും തെറ്റുകൾ വരാം. ഓക്കെ, ക്വസ്റ്റ്യനിലുള്ള വാല്യൂ എടുത്തെഴുതുമ്പോൾ ചിലപ്പോൾ തെറ്റ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റുകൾ വരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, സോ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അത്രയാണ് നമുക്ക് നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് പഠിക്കാനുള്ള ടൈപ്സ് ഓഫ് വെയേഴ്സ്. ഒന്ന് റെക്റ്റാങ്കുലർ, ഒന്ന് ട്രയാങ്കുലർ. ഈ രണ്ട് ടൈപ്പ് ഓഫ് വെയേഴ്സ് അല്ലെങ്കിൽ നോച്ച് രണ്ടും പറയാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് പഠിച്ചാൽ ട്രപ്പിസോയിഡൽ വെയറിൻ്റെ ഇക്വേഷനും ഈസിയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി പറയുന്നത് എഫക്റ്റ് ഓൺ ഡിസ്ചാർജ് ഓവർ എ നോച്ച് ഓർ വെയർ ഡ്യൂ ടു എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് ഹെഡ്. നമ്മുടെ ഹെഡ്, അതായത് ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോ ആണല്ലേ, അതിൻ്റെ മെഷർമെൻറ്റിൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ ഡിസ്ചാർജിൽ എത്രത്തോളം തെറ്റ് വരും? സോ എറർ എത്ര വരും? എറർ എഫക്റ്റ് ഓൺ ഡിസ്ചാർജ് ഓവർ എ നോച്ച് ഓർ വെയർ ഡ്യൂ ടു എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് ഹെഡ്. സോ അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. നമ്മൾ രണ്ട് കേസും എടുക്കുന്നുണ്ട്. ഒന്ന് റെക്റ്റാങ്കുലർ വെയറിൻ്റെ കേസ്, രണ്ടാമത് ട്രയാങ്കുലർ വെയറിൻ്റെ കേസ്. ഓക്കെ, അപ്പോൾ ആ കേസിൽ രണ്ട് കേസിലും നമുക്ക് ഹെഡ് മെഷർമെൻറ്റിൽ മിസ്റ്റേക്ക് വന്നാൽ ഡിസ്ചാർജിന് എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. സോ ആസ് വി നോ, discharge equation for rectangular notch is 2/3 CD L into root 2G into H raised to 3/2. So you should have to remind this equation, because ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ കണ്ടീഷൻസ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എറർ ഇൻ ഹെഡ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എഫക്റ്റ് ഓൺ ഡിസ്ചാർജ് ഡ്യൂ ടു മെഷർമെൻറ്റ് ഓഫ് എറർ ഇൻ മെഷർമെൻറ്റ് ഓഫ് ഹെഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ എഴുതേണ്ടി വരും. So discharge equation for rectangular wear is this 2/3 CDL root 2G H raised to 3/2. So we can write it as K into H raised to 3/2, where K is equal to constant portion ആണല്ലേ. H മാത്രമാണ് അവിടെ വേരിയബിൾ. K എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ജസ്റ്റ് K എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനെ 2/3 CDL into root 2G ആണ് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. അതിന് നമ്മൾ K എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചേഞ്ച് ഇൻ ഡിസ്ചാർജ് ഡി ക്യു എടുക്കുകയാണെങ്കിൽ, അതായത് ക്യു ആണ് ഡിസ്ചാർജ്, അതിന് ചേഞ്ച് ഇൻ ഡിസ്ചാർജ്, ഒരു സ്മോൾ ചേഞ്ച് ഇൻ ഡിസ്ചാർജ് നമുക്ക് ഡി ക്യു എന്ന് പറയാം അല്ലേ. സ്മോൾ ചേഞ്ച് ഇൻ ഡിസ്ചാർജ് നമുക്ക് ഡി ക്യു എന്ന് ഡിനോട്ട് ചെയ്യാമല്ലോ. അങ്ങനെയാണ് നമുക്കിതിനെ എന്ത് ചെയ്യണം, നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം അല്ലേ. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി ക്യു ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 3/2 H raised to half ഇൻറ്റു ഡി എച്ച്, അങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് 2 ഡിവൈഡഡ് ബൈ 1 ചെയ്യാം, അതായത് ഡി ക്യു ഡിവൈഡ് ബൈ ക്യൂ ചെയ്യാം. ദാറ്റ് ഈസ് ഡി ക്യു ഡിവൈഡ് ബൈ ക്യൂ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 3/2 ഇൻറ്റു എച്ച് റേസ് ടു ഹാഫ് ഇൻറ്റു ഡി എച്ച് ഡിവൈഡ് ബൈ കെ ഇൻറ്റു എച്ച് റേസ് 3/2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 3/2 ഡി എച്ച് ബൈ എച്ച്. സോ ദിസ് ഷോസ് ദാറ്റ് an error in 1% in measuring H will produce 1.5% error in discharge over rectangular wear. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡി ക്യു ബൈ ക്യൂ, അതായത് ചേഞ്ച് ഇൻ ഡിസ്ചാർജ് ബൈ ഡിസ്ചാർജ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2, ദാറ്റ് ഈസ് 1.5 ഓഫ് ചേഞ്ച് ഇൻ ഹെഡ് ബൈ ഹെഡ്. ഓക്കെ, അപ്പം 1.5 ടൈംസ് വ്യത്യാസം വരും എന്ത്, ഡിസ്ചാർജിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു എച്ച് മെഷർ ചെയ്യുന്നതിൽ 1% എറർ വന്നു. എച്ച് മെഷർ ചെയ്യുന്നതിൽ 1% എറർ വന്നാൽ ഡിസ്ചാർജിൽ അത് 1.5 ടൈംസ് അതൊന്ന് എന്ത് ചെയ്യും, കാണിക്കും. 1.5% എറർ വരും. അപ്പോൾ ഇവിടെ ഹെഡിൻ്റെ മെഷർമെൻറ്റിൽ 1% എറർ വരികയാണെങ്കിൽ ഇവിടെ ഡിസ്ചാർജിൽ 1.5% എറർ വരും. കാരണം എന്താണ്, ഡി ക്യൂ ബൈ ക്യൂ, ചേഞ്ച് ഇൻ ഡിസ്ചാർജ് ബൈ ഒറിജിനൽ ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു എന്താണ്, 1.5 ടൈംസ് ചേഞ്ച് ഇൻ ഹെഡ് ബൈ ഒറിജിനൽ ഹെഡാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു വാല്യൂ നമ്മൾ ഓർമ്മിച്ച് വെക്കുക, 1.5% എറർ. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ട്രയാങ്കുലർ നോച്ചിൻ്റെ കേസ് എടുക്കാം. അവിടെ 8/15 CD tan θ/2 root 2G H raised to 5/2 ആണ് ഇക്വേഷൻ.
അതിൽ നമുക്ക് കോൺസ്റ്റൻറ്റ് പോർഷൻ h⁵5/2 ഒഴിച്ച് ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അത് നമ്മൾ k(h⁵5/2). നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഡി ക്യൂ കണ്ടുപിടിക്കുകയാണ്, ചേഞ്ച് ഇൻ ഡിസ്ചാർജ്. അത് k(5/2 h⁵3/2) ഇൻറ്റു ഡി എച്ച് വരും. നമ്മൾ ഡി ക്യൂ എഴുതുകയാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുമ്പോൾ നമുക്കിവിടെ 5/2 dh/h എന്ന് കിട്ടും. അപ്പോൾ 2.5 dh/h എന്നാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഹെഡ് മെഷർമെൻറ്റിൽ 1% എറർ വന്നാൽ, അത് ഡെപ്ത് ഓഫ് ഫ്ലോ ആണല്ലേ, ഹെഡ് മെഷർമെൻറ്റിൽ 1% എറർ, ഡെപ്ത് ഓഫ് ഫ്ലോ മെഷർ ചെയ്യുന്നതിൽ 1.1% എറർ വന്നാൽ ഡിസ്ചാർജിൽ 2.5% എറർ വരും. കാരണം ചേഞ്ച് ഇൻ ഡിസ്ചാർജ് ബൈ ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു എന്താണ്, 2.5 ടൈംസ് ചേഞ്ച് ഇൻ ഹെഡ് ബൈ ഹെഡാണ്. അപ്പോൾ അതായത് 2.5% എറർ വരും. അപ്പം റെക്റ്റാങ്കുലർ നോച്ചിൻ്റെ കേസിൽ ഹെഡ് മെഷർ ചെയ്യുമ്പം 1% എറർ വന്നാൽ 1.5% എററാണ് ഡിസ്ചാർജ് മെഷർമെൻറ്റിൽ വരിക. ഇവിടെ ഹെഡ് മെഷർമെൻറ്റിൽ 1% എറർ വന്നാൽ ഡിസ്ചാർജ് മെഷർമെൻറ്റിൽ 2.5% എററാണ് വരിക. അപ്പോൾ ഈ ഒരു ഹെഡ് മെഷർ ചെയ്യുമ്പോൾ എറർ വരികയാണെങ്കിൽ ഡിസ്ചാർജിൽ എത്രത്തോളം എറർ വരും, ആ ഒരു എഫക്റ്റ് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട് കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് എറർ എന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞുള്ള ഒരു റെക്റ്റാങ്കുലർ നോച്ചാണല്ലേ. അപ്പോൾ റെക്റ്റാങ്കുലർ നോച്ചിൻ്റെ ഇക്വേഷൻ എഴുതുക, എന്നിട്ട് സാധാരണ പോലെ തന്നെ ഇവിടെ ഹെഡ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. ഡിസ്ചാർജൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ പോലെ ഹെഡ് കണ്ടുപിടിക്കുക, എന്നിട്ട് ഡി ക്യൂ ഈസ് ഈക്വൽ ടു 3/2 dh/h എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് 3/2 ഇവിടെ എന്താണ് 0.15 ഡിവൈഡ് ബൈ 12.16 എന്ന് എഴുതാം. ഓക്കെ, സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എറർ ഇൻ ഹെഡ് തന്നിട്ടുണ്ട്, അല്ലെ DH ഈസ് ഈക്വൽ ടു 1.5 mm തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 0.15 cm തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് h കണ്ടുപിടിച്ചാൽ dh/h ചെയ്യാം. 3/2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ dq/q കിട്ടും. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന പെർസെൻറ്റേജ് എറർ ഇൻ ഡിസ്ചാർജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് dq/q കിട്ടും. പെർസെൻറ്റേജ് എറർ ആയതുകൊണ്ട് അതിനെ ഇൻറ്റു 100 ചെയ്തിട്ട് പെർസെൻറ്റേജിലേക്ക് മാറ്റണം. അങ്ങനെയാണെങ്കിലാണ് മാർക്ക് കിട്ടുക. സോ 1.85 എന്നുള്ള രീതിയിൽ വരും. ഇനി അതേപോലെ അടുത്തതൊരു ട്രയാങ്കുലർ നോച്ചാണ്. ട്രയാങ്കുലർ നോച്ചിൻ്റെ കേസിൽ ഡിസ്ചാർജ് ഹെഡ് കണ്ടുപിടിക്കുക, എറർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് dh/h, ട്രയാങ്കുലർ നോച്ചിൻ്റെ കേസിൽ 5/2 dh/h ആണ് dq/q എന്ന് പറയുന്നത്, ചേഞ്ച് ഇൻ ഡിസ്ചാർജിൽ എറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 1.77% ആയതുകൊണ്ട് ഇൻറ്റു 100 ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഇവിടെ വേറെയും പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കാം. അപ്പോൾ ഈ കേസിനകത്ത് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഫൈൻഡ് ദ ലിമിറ്റിംഗ് വാല്യൂസ് ഓഫ് ഹെഡ് എന്നാണ്. ദ ഫ്ലോ മെഷേർഡ് ബൈ ഇറ്റ് ഈസ് ടു ബി വിത്തിൻ ആൻ ആക്യുറസി ഓഫ് 1.5% അപ്പ് ഓർ ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് dh/h. അപ്പോൾ ഇവിടെ dq/q എന്ന് പറയുന്നത് 1.5 ടൈംസ് അപ്പ് ഓർ ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ഓർ മൈനസ്. അപ്പോൾ ആ ഒരു ഡിസ്ചാർജിൻ്റെ എന്താണ് എററാണ് പറയുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് ആണ്, അതിനെ നിങ്ങൾ വാല്യൂയിലോട്ട് മാറ്റുമ്പോഴെന്താണ് 0.015 എന്ന് വരും. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന എന്താണെന്ന് നോക്കുക. സോ ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു കേസിൽ വരുന്നത്. ഇനി വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് 2-3 ടൈപ്സ് വെയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ട്രയാങ്കുലർ, റെക്റ്റാങ്കുലർ, അതുപോലെ ട്രപ്പിസോയിഡൽ ടൈപ്സ് ഓഫ് വെയേഴ്സ് ഓർ നോച്ചസ് ആണ്. അതിൻ്റെ ഇക്വേഷൻസ് ആണ്. ട്രയാങ്കുലറും റെക്റ്റാങ്കുലറും ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ട്രപ്പിസോയിഡൽ പ്രശ്നമില്ല, അതിൻ്റെ സമ്മാണ്. പിന്നെ എറർ വരുമ്പോൾ ഹെഡ് മെഷർമെൻറ്റിൽ അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ഫ്ലോ മെഷർമെൻറ്റിൽ എറർ വരുമ്പോൾ ഡിസ്ചാർജിൽ എത്രത്തോളം എറർ വരുന്നുണ്ട് എന്നുള്ള ആ ഒരു 2 കേസിലും, റെക്റ്റാങ്കുലർ ട്രയാങ്കുലറിൻ്റെ കേസിലുള്ളതും ഓർത്ത് വെക്കാം. ഓക്കെ.